അയ്യോ അല്ല എടി നീ കണ്ടത് എന്ത് കോമഡി വീഡിയോ നോക്ക്. എടി ഞാൻ ഇതൊന്നും കാണുന്നില്ല, നമുക്ക് പോവാ. നീ വാ. പോവാ. അല്ല എന്നിട്ട് പോവാ നീ പറയുന്നേ? എടി നമുക്ക് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യണ്ടേ? ചെയ്യണം. വാ നമുക്ക് പോവാ. അല്ലെങ്കിൽ പ്രശ്നമുണ്ട്, ക്യാഷ് വേണ്ടേ? നീ എന്തെങ്ങനെയാണെന്ത് എപ്പോഴും നീ അഡ്വാൻസ് ആക്കിക്ക് ഉണ്ടാക്കണ പൈസയിലാണോ നീ മേടിക്കുക? അല്ല അച്ഛനും അമ്മയും നിനക്ക് ഞാൻ മേടിച്ചത് എനിക്ക് ഓൾറെഡി പൈസ തന്നിട്ടുണ്ട്. അത് ശരിയാണ്. ശരി നമുക്ക് പോവാം. ഗൈസ് പിന്നെ നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യാൻ പോവാണേ. സോ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം. നമുക്ക് പോവാം. ഒരു മിനിറ്റ്. നീ എന്താ എടിയോ പെട്ടെന്ന് കിട്ടു വാ. ഞാൻ എപ്പോഴോ എത്തി. നീ എന്താ സ്ലോ മോഷനിൽ വരണേ? ഇങ്ങോട്ട് വാ. നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും സമയം ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഞങ്ങളിപ്പോ കാട്ടിത്തരാം കേട്ടോ. എടി ഒന്ന് നീ വിട്ട് വാ. നിനക്ക് എന്തൊരു ക്ഷീണത്. ഇരുന്നേ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെയും സ്കൂൾ ഹോളാണ് കാണിക്കാൻ പോകുന്നത്. ബെഡിൽ അവിടെ അച്ഛനമ്മ ഉറങ്ങുകയാണ്. ഞങ്ങൾ ഇവിടെ റൂമിൽ തന്നെ ഇരുന്നിട്ട് എടുക്കാൻ കരുതിയല്ലേ. മേടിക്കൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര മടി ഗൈസ്. ഇതൊക്കെ പിടിച്ചിട്ട് പോകണ്ടേ? എന്തത് വെയിറ്റില്ലേ? അപ്പൊ ഗൈസ് ഇനി നമുക്ക് നമ്മളുടെ ഒരു ഇൻട്രോ ഒക്കെ ആവാല്ലേ? അതെ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത് ബാക്ക് ടു സ്കൂൾ ഹോൾ. സോ നമ്മൾക്ക് ഷോപ്പിംഗ് ചെയ്യാത്ത വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അവിടെ എനിക്ക് തോന്നുന്നു അങ്ങനെ പോകാൻ പാടില്ല എന്നാണോ? അല്ല നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. യെസ് ഗൈസ്, നമ്മൾ വീഡിയോ മഴയൊക്കെ അല്ലായിരുന്നു ഓൾറെഡി. നമ്മൾ ഇന്നലെ പോയതാണല്ലേ. പിന്നെ നമ്മൾ വീഡിയോയിൽ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രിപ്പിൽ കണ്ടുന്നതാണല്ലേ. നമ്മൾ ഇന്നലെ മഴയൊക്കെ ആയിരുന്നു. നമ്മൾ ഇന്നലെ നമ്മുടെ വീട്ടിലേക്ക് പോയതാണെങ്കിൽ സച്ചമനപ്പോൾ ഇങ്ങനെ പോയതാണ്. ഇന്നലെ പോയിട്ട് വന്നതാണ് നമ്മൾ. അപ്പം തേനും നമ്മൾ ബാക്ക് ടു സ്കൂളിൻ്റെ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ലഞ്ച് ബോക്സ് മേടിക്കുന്നില്ലായിരുന്നു അല്ലേ. നിങ്ങൾ എന്ത് മേടിച്ചാലും അത് 2 years യൂസ് ചെയ്യാറുണ്ട്. സോ ലഞ്ച് ബോക്സ് ഞങ്ങൾ കഴിഞ്ഞ വട്ടമാണ് മേടിച്ചതാണ്. അപ്പോൾ അത് ഈ വട്ടം കൂടി 15 കൂടി ഞാൻ യൂസ് ചെയ്യും അല്ലേ. സോ അത് കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്ത വട്ടം ഞാൻ നോക്കാറുള്ളൂ. സോ ബോക്സൊക്കെ നമ്മൾ മേടിക്കാറുണ്ട്. എല്ലാ വർഷവും ബാഗ്, ലഞ്ച് ബോക്സ്, അതേപോലെ വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് നമ്മൾ ഈ വട്ടം മേടിച്ചത് ഇപ്പം ഇനി എന്തായാലും അടുത്ത വട്ടം വേറെ മേടിക്കും കേട്ടോ. സോ ഞങ്ങൾ ബാഗ്, ലഞ്ച് ബോക്സ്, ലഞ്ച് കിറ്റ് അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ 2 years യൂസ് ചെയ്യുന്നത്. സോ ബാക്കി ഇതൊക്കെ നമ്മൾ ഓരോ ഇയേഴ്സ് നമ്മൾ വീണ്ടും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഓൺലൈനിൽ വല്ല വാങ്ങിയത് കടയിൽ പോയിട്ടാണ് വാങ്ങിയത്. മേടിക്കാൻ നോക്കിയതായിരുന്നു ഗൈസ്. പൗച്ച് ബാഗ് നോക്കിയതാണ്. ബട്ട് ഗൈസ് അത് കുറേ ദിവസം പിടിക്കും. നമുക്ക് തോന്നുന്നു സ്കൂൾ. അതെ. അപ്പം ഞങ്ങൾ ഇനിയുള്ള വർഷത്തേക്ക് ചെയ്യാന്ന് കരുതുന്നു. കുറച്ചും കൂടി നേരത്തെ നോക്കി വെക്കണം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ സ്കൂൾ തുറക്കുമ്പോൾ മൂട്ടിൽ പോയിട്ട് ഓർഡർ ചെയ്താൽ കിട്ടില്ല. എന്തായാലും മീഷോയിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു 10 days പിടിക്കും. ബട്ട് ഫ്ലിപ്കാർട്ടിൽ ഞാൻ മീഷോയിൽ ഒരെണ്ണം കണ്ടു ഗൈസ്. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. ബട്ട് അത് കിട്ടാൻ 10 days ഒക്കെ എടുക്കും തോന്നുന്നു അല്ലേ. എന്തോ 15 എന്തോ ആണ് കിട്ടണതല്ലേ. അതെ June 15 എന്തോ ആണ് കിട്ടണത്. സ്കൂൾ തുറക്കും. അതെ, അതുകൊണ്ട് നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. സോ അപ്പം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ അത് കിട്ടിയില്ല. ഫ്ലിപ്കാർട്ടിൽ നേരത്തെ എത്തും, പക്ഷെ അതിൽ കിട്ടിയില്ല അല്ലേ ഞാൻ നോക്കിയത്. പിന്നെ ഒരുപാട് വലുതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സൊക്കെ ചീത്ത പറഞ്ഞാൽ ഒരുപാട് വലുത് കൊണ്ടുപോയി. പക്ഷെ നമുക്കൊരു പൗച്ച് എന്നൊക്കെ പറയുമ്പോൾ അത്ര വലുതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്താണ്, നമുക്ക് കുറച്ച് പെൻസിൽസ്, പെൻ, ഇറേസ്, കട്ടേഴ്സ് അങ്ങനത്തെയൊക്കെ വെക്കാനായിട്ടല്ലേ ഉള്ളൂ. അപ്പം അത്ര വലുതിൻ്റെ ആവശ്യമില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനത് മേടിക്കുന്നത്. പിന്നെ ഞാൻ വേറെ ഒരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ചെറുത് ഇങ്ങനത്തെ യൂണിക്കോണിൻ്റെ ഇത്ര ഉള്ളത്. അതും ഞാൻ മീഷോയിൽ നോക്കിയപ്പോൾ അത് കുറേ ദിവസം പിടിച്ചതെന്ന് കിട്ടും. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ അത് കണ്ടതുപോലുമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് മേടിക്കുന്നത്. പിന്നെ അച്ഛൻ പറഞ്ഞു നമുക്ക് ബാഗ് മേടിക്കുമ്പോൾ നമുക്ക് ഒപ്പം മേടിക്കാം. ബാഗും നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ വെച്ചിട്ടാണ്, അതും പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് ഇയർ വേണ്ടി നോക്കാം അല്ലേ. നെക്സ്റ്റ് ഇയർ ആണ് നമ്മൾ നോക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി നമ്മൾ നേരത്തെ ഒരു 2 week മുമ്പേ
വരുമ്പോഴെങ്കിലും നമ്മളത് നോക്കി വെക്കണം, ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്യാനുണ്ടെങ്കിൽ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളത് ഇനി നോക്കി വെക്കാം അല്ലേ, അടുത്ത ഇയർ നോക്കാം. സോ ആദ്യം നമുക്ക് എന്താ കാട്ടേണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അല്ലേ ഗൈസ്? സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ ഗൈസ് ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി പറയാണ്ട്, നമ്മൾ അൺബോക്സിങ്ങിന്റെ പാർട്ട് 2 ഇട്ടതായിരുന്നു, ഇടാനായിരുന്നു. ബട്ട് ഞങ്ങൾ അത് അച്ഛൻ്റെ ഫോണിലാണ് വീഡിയോ എടുത്തത്. അപ്പൊ നമ്മൾ വാട്സപ്പിൽ സെൻഡ് ചെയ്യാൻ നമ്മൾ ടൈം അത് നമ്മൾ 17 സെക്കൻഡ് 18 സെക്കൻഡ് ഉണ്ട് തോന്നുന്നു. 80 സെക്കൻഡ് എല്ലാം 18 മിനിറ്റ്സ് ഉണ്ട്. സോ അപ്പോൾ അൺബോക്സിംഗ് വീഡിയോ 10 മിനിറ്റ്സ് ആണ് മാക്സിമം നമുക്ക് വാട്സപ്പിൽ കൂടെ ഷെയർ ചെയ്യാനായിട്ട്. യെസ്, അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് വന്നിട്ട് വീഡിയോ കഷ്ടപ്പെട്ടെടുത്തതാണല്ലേ, പക്ഷെ അത് ഇടാൻ പറ്റുന്നില്ല. അപ്പം അമ്മ പറഞ്ഞു വേറെ ഇതിൽ കൂടെ നമ്മൾ മൂവിയൊക്കെ ഷെയർ ചെയ്യാറില്ലേ, ഷെയറോ ടെലിഗ്രാമോ ഏതിലെങ്കിലും ഷെയർ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇടാൻ പറ്റാത്തതാണ്, ഒരു വിഷമമാണ് ഗൈസ്, നിങ്ങൾക്കത് വിഷമമാണ്. സോ ഞങ്ങളത് എന്തായാലും ഇടുന്നതായിരിക്കും അല്ലേ. സോ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ നമ്മളിപ്പോ സ്കൂൾ ഓർക്കാറായിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കിട്ടുപോയില്ല. സോ അതിൽ നമുക്ക് നോക്കി എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് നല്ല അല്ല മാത്രമല്ല ഗൈസ്, നമുക്ക് അത്യാവശ്യത്തിന് കുറെ ബുക്ക് ഇടാണ്ട്. അമ്മ പറഞ്ഞു ചെറിയ ബാഗ് മേടിച്ചിട്ട് കാര്യമില്ല, നല്ല ഒത്തിരി വലിയ ബാഗ് തന്നെ എടുക്കണം പറഞ്ഞു. നമ്മള് CM എന്നാണ് ഗൈസ് എന്താ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്തത്. അതെ, ടാഗ് എഴുതിയിട്ടുണ്ടല്ലോ, CM കാണാനുണ്ട്, പ്രൈസ് കാണിക്കുന്നുണ്ട്. ഇത് ഏത് ബാൻഡിന്റെയാണ്? ഡിസയറിന്റെയാണ് ഗൈസ്, ലിമിറ്റഡ് എഡിഷൻ ആണ്. സോ ഇതാണ് ഗൈസ്. സോ ഇവിടെ എനിക്ക് ഇവിടെ ഒരു സിബ് വരുന്നുണ്ട്, സിബ് അല്ലെങ്കിൽ സെയിം മോഡലാണ്. ഇവിടെ ഒരു സിബ് വരുന്നുണ്ട്, എനിക്കും അതേ ഇവിടെ ഒരു സിബ് വരുന്നുണ്ട്. അത് ഇത്രയും ഉണ്ട്, കണ്ടോ, ഇവിടെ വരെയുണ്ട്. സോ ഇവിടെ മുകളിലുണ്ട്. അത് നല്ല നല്ല എന്താ പറയാ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. ഈ ഒരു സൈഡിലും എന്താ പറയാ ഇങ്ങനെ ഒരു പോക്കറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും കുറച്ചും കൂടി ഇലാസ്റ്റിസിറ്റി ഉള്ള ഒരു പോക്കറ്റ് വരുന്നുണ്ട്. ഇതിലത്തെ സിബ്സ് ഇങ്ങനെയായിട്ടുള്ളത് മെയിൻ സിബ്സ് ആയിട്ടുള്ള സ്കൂബിയുടെ അല്ല, കിറ്റക്സിന്റെ നല്ലതാണ്. കിറ്റക്സ് അല്ല, കിറ്റക്സ് ആണ്. സോ ഇതാണ് ഗൈസ് എന്റെ ബാഗ്. നമുക്ക് ഇത്രത്തോളം സ്പേസ് വരുന്നുണ്ട് ഇവിടെ അകത്തായിട്ട്. പിന്നെ സെക്കൻഡ് സിബ് ആണ് ഗൈസ്. ഇത് സെക്കൻഡ് സിബിൽ 2 സിബ്സ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഒരു മിനിറ്റിന് ഞാൻ തേർഡ് സിബും കൂടി കാട്ടാം. ഇതില് ഈ സെക്കൻഡ് സിബിൽ ഇതിൽ 2 സിബ്സ് വരുന്നുണ്ട്, ബാക്കിയുള്ള അതിലൊക്കെ ഒന്നേ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മളുടെ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. ബുക്സ് ഒക്കെ വെക്കാൻ ഞങ്ങൾക്ക് കുറെ ബുക്സ് വെക്കേണ്ട ആവശ്യമുണ്ട്. നല്ല എന്താ പറയുക ഒപ്റ്റൈനിങ് ഒക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ഇത് വേറത് ഇതിലൊരു സിബ് ഉള്ളൂ കേട്ടോ, തേർഡ് സിബാണ്. ഇതേപോലെ രണ്ട് ഇത് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, ഇത് നമുക്ക് ഇവിടെ ഇട്ട് എടുക്കാം ഗൈസ്. ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വെക്കാം. അതേപോലെ ഇവിടെ നമുക്ക് വെക്കാം, അതായത് ഇവിടെ നമുക്ക് വെക്കാം, ഇതിന്റെ അകത്തും നമുക്ക് വെക്കാം അല്ലേ. സോ അതൊരു ഇതേപോലെ ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ഒരു സിബ് ഇവിടുത്തെ സംഭവം നമുക്ക് ഇതേപോലെ തുറക്കാം. ഇതാ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നമുക്ക് നല്ല സ്റ്റോറേജ് ഉണ്ട്. എൻ്റെ കൈ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിടുമ്പോൾ നല്ലതായിട്ട്. സോ പിന്നെ ഒരുപാട് ലെങ്ത് അല്ല ഹൈറ്റ് ഉള്ളത് വേണ്ടെന്ന് വെച്ചിട്ടാണ്. നമുക്ക് വേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഹൈറ്റ് കൂടും വേണ്ട എന്നാ, പിന്നെ ലെങ്ത്തും വേണം, അങ്ങനത്തേതാണ് നമുക്ക് വേണ്ടത്. ലെങ്ത്തും ഹൈറ്റും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതാണ്. സോ ഇതാണ് നമ്മളുടെ ഈ ഒരു ബാഗ് വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കളറാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഏകദേശം ഒരു തീമിൽ കൊണ്ടുപോകാൻ നോക്കി. എനിക്കുള്ള തീമും ഈ ഒരു ഇതും തീമാണ്. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വ്യൂ പറയുന്നത് ഇങ്ങനെയാണ്. അതെ ഗൈസ്, എനിക്ക് ഒരു ഗ്രേ കളർ മാതിരിയാണ് കേട്ടോ സിബ് വരുന്നത്. എനിക്ക് ബ്ലൂ കളറാണ്. ഇതിലൊക്കെ ഒരു സിബ്, പിന്നെ ഈ ഒരു സെക്കൻഡ് സിബിൽ മാത്രം, ഇതിൽ മാത്രം 2 സിബ് വരുന്നുണ്ട്, ഇതിലൊരു സിബ്. സോ അതൊക്കെയാണ് ഗൈസ് ഈ ഒരു ബാഗ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതാണ് സംഭവം.
സോ ഈ ബാഗ് ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് ഇനി നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം അല്ലേ? അപ്പൊ ഗായ്സ് പിന്നെ ഇതിൽ അമ്മയുടെ ഒരു ബാഗും കൂടി ഉണ്ട്. ഈ വീട്ടിൽ കമന്റ് ഇടാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. സോ ഗായ്സ് നമുക്ക് ഡ്യൂട്ടിക്ക് അമ്മ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ല. സോ എന്താ പറയുക, അപ്പോൾ നമുക്ക് എന്താ പറയുക, അതെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ബാഗ് കുറച്ചൊക്കെ കയറി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒക്കെ വെക്കാനുണ്ട് ഗൈസ്, വലിയ ബാഗാണ്. അത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഓൺ ആയിട്ടുള്ളത് ഉണ്ടല്ലോ, കുറച്ച് ഷോർട്സിലൊക്കെ കമന്റ്സ് ഓൺ ആണ്. നിങ്ങളുടെ ഒരു വീഡിയോ പറഞ്ഞു തരാം ഗൈസ്. ഒരു ഷോർട്സ് നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്നു, എന്താ പറയുക പവർ പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൽ കമന്റ്സ് ഓൺ ആണ്. പക്ഷെ അപ്പോൾ ഗൈസ് എന്താ പറയുക, അപ്പോൾ നിങ്ങൾ അതിൽ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ഒന്ന് ചെറുതായിട്ട് കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഞങ്ങൾ ഷോർട്സ് ആയിട്ടാ. സോ നമുക്ക് നെക്സ്റ്റ് റൗണ്ട് പോവാം. സോ ഗൈസ് നെക്സ്റ്റ് നമ്മളുടെ ലഞ്ച് ബാഗ് ആണ്. അതെ, ഇത് എക്സാക്ട് സെയിം അല്ല, പക്ഷെ സെയിം ആണ്. സെയിം എനിക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് വരുന്നത്. അവൾക്ക് ബാഗും ഇത് ഏതിൻ്റെ, അത് ഫിനിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. സോ ഇത് ഫിനിക്സ് ആണ്. സോ ഇതേപോലത്തെ ഒരു സ്വിറ്റാണ്. എനിക്കിത് ബാഗിന് നല്ല മാച്ചായിട്ട് പോകും കേട്ടോ. എനിക്കിത് മാച്ചായിട്ട് പോകും ഗൈസ്, ഫിനിക്സിൻ്റെ. അപ്പോൾ ഇതിന് അത്യാവശ്യം സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് ഗൈസ്. ഇത് ഇവിടെ ഒരു സിബ് ഉണ്ട് കേട്ടോ, ഞാൻ തുറന്നു കാട്ടിത്തരാം നിങ്ങൾക്ക്. അതെ ഗൈസ്, ഇവിടെ ഒരു ഫസ്റ്റ് ഇവിടെ ഒരു സിബ് ഉണ്ട്. ഇതിന് അത്യാവശ്യത്തിനുള്ള സ്റ്റോറേജ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഞങ്ങൾ ഈ ലഞ്ച് കിറ്റ് ചൂസ് ചെയ്തത് നമ്മുടെ വാട്ടർ ബോട്ടിൽ കൊള്ളാനത് ചൂസ് ചെയ്തതാണ്. ഞങ്ങൾക്ക് ബാഗിൽ വെക്കാൻ പറ്റില്ല ഗൈസ്. ഒരു മോഡലാണോ? സോ പിന്നെ ഇത് നമ്മളുടെ സെക്കൻഡ് സിബ് ആയിട്ട് വരുന്നുണ്ട്. അതെ, ഇതിനകത്ത് നല്ല അടിപൊളി സ്പേസ് വരുന്നുണ്ട്. സോ ഇതാണ് ലഞ്ച് കിറ്റ്. ഇതാണ് നമ്മുടെ മെയിൻ സിബ്. നമ്മുടെ ലഞ്ച് കിറ്റ് കാണാം. ഇതാണ് സിബ്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. കിച്ചണിലൊക്കെ വേണമെങ്കിൽ ഇടാൻ പറ്റുന്നത്. സോ നമ്മളൊരു കിച്ചണിൽ കാട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ബാഗിലാണ് കേട്ടോ അല്ലേ? അത് നമ്മുടെ അൺബോക്സിംഗ് വീഡിയോയിലുണ്ടായിരുന്നു. അത് നമ്മുടെ ബാഗിലാണ്. സോ നമുക്കിനി നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാം. സോ ഗായ്സ് നെക്സ്റ്റ് ഐറ്റം ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദിസ് ഈസ് അവർ പൗച്ച് ഗായ്സ്. സോ നമുക്ക് ഇത് പൗച്ചാണ്. നമ്മൾ ബോക്സ് ഒക്കെ അവിടെ കണ്ടു അല്ലേ, കുറേ സാൻഡ്രൂ ക്യാരക്ടേഴ്സ് ഒക്കെ ഒരു ബോക്സ് കണ്ടു. ബട്ട് അത് സാൻഡ്രൂ ക്യാരക്ടേഴ്സ് ഉള്ള അത് സാൻഡ്രൂ ആണോ? നിക്കതല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ കണ്ടതല്ലേ ഒരു സാൻഡ്രൂ ക്യാരക്ടർ. അത് ആ ബോക്സ് ഫുള്ളായിട്ട് പ്ലെയിൻ ആയിരുന്നു. അതിൻ്റെ അകത്ത് കുറച്ച് നമുക്കൊരു പാക്കറ്റിൽ സാൻഡ്രൂ ക്യാരക്ടേഴ്സിൻ്റെ റിങ്ങിന് നമുക്ക് മാറ്റി മാറ്റി ഇടാനുള്ളതും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, സത്യം പറഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ അകത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നത് നമുക്കത് ഇഷ്ടമാണ്. ബട്ട് നമ്മൾ ബോക്സ് ഒക്കെ പറയുമ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മളൊരു വൈറ്റ് ബോക്സ് കണ്ടിട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ പെട്ടെന്ന് അതിൽ ചൊല്ലിയാകും ഗൈസ് വൈറ്റ് ആകുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു പൗച്ച് മേടിച്ചത്. നല്ല പൗച്ചാണ് ഗൈസ്. എന്താ ഇതാണ് ഗൈസ് നമ്മളുടെ ക്യാപ്പിബാറ അറിയില്ലേ? ഇതിൽ ഇവിടെ ഇങ്ങനത്തെ ഒരു പിക്ചർ, ഇങ്ങനത്തെ ഒരു ക്യാപ്പിബാറ, ഇതൊരു ഫ്രൂട്ട്, ഇതൊരു ക്യാപ്പിബാറ, ഇത് വേറെ തന്നെയാണ്. ഇതൊരു ക്യാപ്പിബാറ, ഇതൊരു ഫ്രൂട്ട്, അങ്ങനെയാണ്. അതെ സിനിമ റോളിനെയാണ് നമുക്ക് എൻ്റെ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു തീമാണെങ്കിൽ കുറച്ചൊരു ഭംഗി ഉണ്ടാവും അല്ലേ? ഈ ഒരു ലൈറ്റ് ബ്ലൂ തീമാണ്. എനിക്കും അത് ഈ ഒരു പിങ്ക് ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. എൻ്റെ ഇപ്പം എനിക്ക് കുഴപ്പമില്ല, ഒരു ലൈറ്റ് പിങ്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. സോ കുഴപ്പമില്ല എനിക്ക്. ഞാൻ ഇതിൻ്റെ കുത്തി പറഞ്ഞതൊന്നും അല്ല കേട്ടോ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. സിനിമ റോൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതേപോലെ ബാക്കിൽ ഇങ്ങനെ ഒരു സിനിമ റോളും ഉണ്ട്, ഇവിടെ ഒരു സിനിമ റോളും ഉണ്ട് അല്ലേ? അതെ, ഇനി അൺബോക്സ് ചെയ്യണം. അൺബോക്സ് ചെയ്യാം ഗൈസ്. ശരിയാ, നമ്മളിവിടെ അകത്തിരിക്കുമ്പോ മഴ പെയ്യുമ്പോൾ അറിയുന്നില്ല. അപ്പൊ ഞാനതൊന്ന് അൺബോക്സ് ചെയ്യാം ഗൈസ്. നമ്മളിത് ഇന്നലെ ഒന്ന് എടുത്ത് നോക്കി. ഇന്നലെ ഞങ്ങൾ വീഡിയോ എടുക്കാന്ന് കരുതിയത്, പക്ഷെ വന്നപ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അല്ലേ? ഞങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ ഷോപ്പിൽ നമ്മൾ കുറേ നേരം നിന്നിട്ടാണ് നമുക്ക് കിട്ടിയത്. അതെ, ഞങ്ങള്
സോ ഇതിൽ നല്ലൊരു കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. സ്പേസ് ഇവിടെ ഇങ്ങനെ സിബ് ഉണ്ട്, അതൊരു സ്പോഞ്ച് കയറ്റി വെച്ചേക്കാണ് ഗൈസ്. തന്നെ. സോ പിന്നെ ഇവിടെ ഒരു സിബുണ്ട് കേട്ടോ. സിബൊക്കെ ഇതേ ഇങ്ങനെ തന്നെ വരുന്നതാണ്. ഇതിലിത് ഇത്ര സ്പേസ് കപ്പാസിറ്റിയാണുള്ളത്. പിന്നെ അത് ഞങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ ഒരു സിബാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് അതെ ഇങ്ങനൊരു കാപ്പിബാറാന്ന് എഴുതിയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ലുക്ക് തന്നെയാണ്. ബാക്കി ഇത് ക്ലീൻ ആയിട്ടാണ്. പിന്നെ ഗൈസ് ഞങ്ങളങ്ങനെ എത്തി കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് ഇത് കാട്ടിത്തരാനായിട്ട്. കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് ക്യാമറാമാൻസ് ഒന്നും ഇല്ല. ക്യാമറാമാൻസ് എന്ന് വെച്ചാൽ അങ്ങനെ ക്യാമറാമാൻസ് ഒന്നും ഇല്ല. നമുക്ക് ഇവിടെ കണ്ടില്ലേ ഗൈസ്. പിന്നെ ഞാൻ ഇത് ഈ കാർബോർഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നോക്കി ഇവിടെ ഒരു സ്മോൾ കാപ്പിബാർ ഉണ്ട് ഗൈസ്. അതേപോലെ ഇതിൻ്റെ ബാക്കിലാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. നമുക്കിവിടെ ഓൾറെഡി കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്, ബട്ട് എങ്കിലും നമുക്ക് ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാം അല്ലേ. അതെനിക്ക് ഇതാണ് സിനിമ റോൾ എന്നൊക്കെ ഉള്ളത്. സിനിമ റോളിന്റെ ഫ്രണ്ടൊക്കെ ഉണ്ട് അതിനകത്ത്. സിനിമ റോളിന്റെ ഫ്രണ്ട് ഇതേപോലെ നിൽക്കാൻ ഞാൻ കാണിക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതേ ഇവിടെ എനിക്ക് ഇങ്ങനെ ഒരു സിബ് വരുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്യണോ വേണ്ടോ കാണിച്ചു ഗൈസ്. ഇതിനകത്ത് ഇതേപോലെ ഒരു ഞങ്ങളുടെ ക്യാമറാമാൻ കുഞ്ഞു, പിന്നെ എഡിറ്റൊക്കെ ചെയ്തിട്ട് ഇടുന്നത് ഇവിടെ തന്നെയാണ്. എൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും ഇത് മതിയോ നോക്കാം. അതെ, അത് നമ്മളിങ്ങനെ വീഡിയോൻ്റെ ഫ്രണ്ട് പേജ് അതേപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഇത് എടുത്ത് വെക്കുകയാണ്. ഇഷ്ടപ്പെട്ടു ഇവിടെ ഒരു അത്ര തന്നെ ഉള്ളൂ. നമുക്ക് എൻ്റെ ഇവിടെ അങ്ങനെ ഒരു മെലോഡി ഉണ്ട്, സിനിമ റോൾ ഉണ്ട്. എനിക്ക് ഒരു കാര്യം പറഞ്ഞാൽ സിനിമ റോളിന്റെ മെലോഡിനെ ഒരേപോലെ. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് സാൻഡ്രിയോ ക്യാരക്ടറാണ് സിനിമ റോളാണ് കേട്ടോ. ഇതേപോലെ ഓരോ സാധനം ഇവിടെ ഈ ടാഗൊക്കെ ഇതൊക്കെ ഒട്ടിച്ചിട്ട് അവർ കൊള്ളാക്കിയിട്ടുണ്ട്. അത് എനിക്കുണ്ട്. ഇത് പിന്നെയും കുഴപ്പം, ഇത് നമുക്ക് വെച്ച് കളയുകയും ചെയ്തിട്ടില്ല. ഇതിൻ്റെ പ്രിന്റിങ് വെച്ചിട്ടുണ്ട്. സോ ഗൈസ് നമുക്ക് ഈ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാം. എടുത്ത് വെക്കട്ടെ ഗൈസ്, നമുക്ക് ഇത് എടുത്ത് വെക്കാം. സോ നമുക്ക് ഈ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാം. വാട്ടർ ബോട്ടിൽ നമ്മളെപ്പോഴും സ്റ്റീലാണ് വാങ്ങിയത്. കറക്റ്റ് പ്ലാസ്റ്റിക് അല്ല, നമ്മൾ പ്ലാസ്റ്റിക് തന്നെയാണ്. എന്താണല്ല ബട്ട് നല്ലതാണല്ലേ. നമുക്ക് ഇത്ര ക്വാണ്ടിറ്റിയിലും വെള്ളം നമ്മൾ കുടിക്കണം അല്ലേ. നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റി വെള്ളം കുടിക്കണം. ക്വാണ്ടിറ്റി ഇത് ഇങ്ങനെ വരുന്നുണ്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ദേശി ബോട്ടിൽ. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഒരു ഹാൻഡിൽ വരുന്നു. ബട്ട് ഈ ഹാൻഡിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആണല്ലേ. ഇത് നമ്മൾ വെള്ളം പൊട്ടിപ്പോവും, ബട്ട് ഇങ്ങനെയൊക്കെ പിടിക്കാം. 1000 ml ആണ് ഇതിന്റെ. 1 ലിറ്റർ ആണ് അല്ലേ? 1 ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി. ഇത് ചെക്കേഴ്സ് ബോട്ടിലാണ്, ഇത് സ്മാർട്ടി ബോട്ടിലാണ്. സോ ഇതാണ് ഗൈസ് ഇതിന്റെ ഈ പിങ്കിന്റെ വെള്ളയുടെ ചെക്കേഴ്സ് ബോട്ടിലിന്റെ കറക്റ്റ് ഈ ക്യാപ്പിന്റെ കളറിൽ ഞാൻ കണ്ടു. പക്ഷേ പിങ്കിന് ഇത് ഭംഗിയുണ്ടാവും, പക്ഷേ ഇതിന് അത്ര ഭംഗി തോന്നിയില്ല എനിക്ക്. പിന്നെ അതുകൊണ്ടാണ് ഇതിനടുത്തത്. സോ ഗൈസ് ഇത് നമ്മൾ തുറന്ന് കാട്ടിത്തരാം. ഇതാണ് അതിൻ്റെ ഒരു അകത്തേക്കുള്ളത്. ഞാൻ കാട്ടിത്തരാം നല്ലപോലെ. നോക്കിക്കേ ഗൈസ്, കണ്ടില്ലേ? ഗൈസ് എൻ്റെ കാണിച്ചത്. പിന്നെ ഈ ഒരു ക്യാപ്പ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എന്താ വെച്ചേക്കുന്നുണ്ട്. നോക്കിക്കേ, എടുക്കണ്ട. ഇതെന്താ സംഭവം എനിക്ക് അറിയില്ല. നിന്റെ കേട്ടോ അങ്ങനെ. അത് ഇവിടെ ഒരു പിങ്ക് കളർ സാധനം. എൻ്റെ ബോട്ടിലിൻ്റെ അകത്തൊക്കെ ഞാൻ കാണിച്ചു. ഞാനൊക്കെ എഴുതിനാൻ ഗൈസ് അവിടെ ഇതിന്റെ അടിയിലൊരു എന്താ പറയുക ഡിസൈൻസ് ഒന്നുമില്ല ഗൈസ്. അതുകൊണ്ട് പെയിന്റ് ഇളകി പോവില്ല. അതെന്റെ ഇത് പെട്ടെന്ന് ഇളകി പോണ സാധനമാണ് ഗൈസ്. നോക്കി അടിക്കണ്ടായിരുന്നു. അതെനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടോണ്ട് വാങ്ങിയതാണ്. പിന്നെ ഗൈസ് ഞാൻ കരുതിയത് ഇത് ഇങ്ങനെ പിടിച്ചൊക്കെ നടക്കാന്നാണ്. ഇപ്പൊ നമ്മളിങ്ങനെ പിടിച്ചിട്ട് പോകണേക്കാട്ടും ഒരു എളുപ്പമല്ല ഇങ്ങനെ പിടിച്ചിട്ട് പോവാൻ. പക്ഷെ ഞാൻ ചമ്മപ്പോയി ഗൈസ്, അങ്ങനെ പിടിക്കാൻ പറ്റില്ല. ഇതൊരു എന്താ പറയുക ഒരു കേക്ക് കണ്ടോ എനിക്ക് അറിയില്ല. ഞങ്ങൾക്കിവിടെ പ്രത്യേകിച്ച് മൈക്കൊന്നും വരുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെയാണ്. എല്ലാം കൊണ്ട് പിന്നെ നമുക്ക് മൈക്കും സാമഗ്രികളൊന്നും ഇല്ല. നമുക്ക് വേഗം എടുത്ത് വീഡിയോ എടുക്കാല്ലേ, റൗണ്ടിക്കൊന്നും പോകണ്ട. സോ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് എടുക്കട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ച് ബോക്സിൽ എടുക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ വർഷം എൻ്റെ 6th വേൾഡ് ഫോട്ടിലാണ് വാങ്ങിയത്. സ്നാക്സ് ബോക്സ് നമ്മൾ എപ്പോഴും മേടിക്കാറുണ്ടല്ലേ. ഇതാണ് നമ്മുടെ സ്നാക്സ് ബോക്സ്.
എനിക്ക് കളർ ഭയങ്കര ഞാൻ ഈ വാട്ടർ ബോട്ടിൽ പിന്നെ നമ്മള് സീനിയർ കുട്ടികൾ കഴിക്കാൻ ഇപ്പൊ ഞാനിതേ വാട്ടർ ബോട്ടിലും പൗച്ചും സ്നാക്സ് ബോക്സും ചില ദിവസം കഴിക്കും ഞാൻ പറയട്ടെ ഒന്ന് വാട്ടർ ബോട്ടിൽ പൗച്ച് സ്നാക്സ് ബോക്സ് ഒരേ ടീമിൽ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ചിട്ടും പിന്നെ അതേ ഞാൻ എൻ്റെ ബാഗും ലഞ്ച് കിറ്റ് ഒരേ ടീമാണ്. സോ മൊത്തത്തിലൊരു എൻ്റെ ഒരു ഗ്രേ കളറിലാണ് വരുന്നത്, ബ്ലാക്ക് അല്ല. ഇപ്പോൾ ക്യാമറ കാണുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുണ്ട് അല്ലേ എൻ്റെ കളറ്. എന്തായാലും വൈറ്റ് ക്യാപ്പും വരുന്നുണ്ട്. എൻ്റെയും ശരിയാ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇത് നമ്മൾ എന്തിനാ ഇത്ര വലിയ സ്നാക്സ് ബോക്സ് എന്ന് കരുതുന്നത്, ഞങ്ങൾക്ക് 2 നേരം സ്നാക്സ് കഴിക്കാനായിട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് സ്നാക്സ് കഴിക്കണം വേണ്ട, ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ അകത്ത്. പിന്നെ അത് ഇങ്ങനത്തെ ഒരു ആണ്. പിന്നെ ഞങ്ങൾ വേറൊരു സ്റ്റീലിന്റെ തുറക്കാനൊക്കെ പറ്റും. ബട്ട് ആ സ്റ്റീലിന്റെ നമുക്ക് എത്രതായിട്ട് നമുക്ക് തുറക്കാനേ കിട്ടിയില്ലല്ലേ. അതുകൊണ്ട് പിന്നെ നമ്മളത് ചിലപ്പോൾ സ്നാക്സ് ഒക്കെ തെറിച്ച് പോകും നമ്മൾ സ്കൂളിൽ നിന്ന് തുറക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനത്തെ നമുക്ക് നെക്സ്റ്റ് ഐറ്റം കാട്ടാം. ഇനി കുറച്ച് ഐറ്റം വേണ്ട 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 നീക്കണ്ട. ഇതെന്താ ഈ കുഞ്ഞു കുഞ്ഞു ബൗൾസ് ഒക്കെ നല്ല പ്രശ്നമാവും. ഒന്ന് പോസാക്കാം. വേണ്ട ഞാൻ ബാക്കി സ്ഥലം ഞാൻ കാട്ടട്ടെ. ഓക്കെ ഗൈസ്, ഞാനൊന്ന് കാട്ടിയെടുത്ത് വെച്ചിട്ട് കാട്ടാം ഗൈസ്. ഇതെന്തത് ഈഫിൽ ടവർ നിങ്ങൾ കരുതണ്ട, മിന്നൂസ് പണിത് ഈഫിൽ ടവർ ആണ്. പെട്ടികളുടെ ആണ്. അപ്പൊ ഞങ്ങൾക്ക് ചമ്മന്തി കൊണ്ടുപോവാൻ, പിന്നെ കറികൾ കൊണ്ടുപോവാൻ, മയോണൈസ് കൊണ്ടുപോവാൻ, സോസ് കൊണ്ടുപോവാൻ, കെച്ചപ്പ് പല സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇത് അവരുടെ അമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ്. 3 അതുകൊണ്ടാണ് മേടിച്ചത് കേട്ടോ. ഇത് 2 എനിക്ക് 2 അവൾക്ക്. ഇതാണ് വലിയത്. ഇതിനൊരു 20 റുപ്പീസ് ആണ് വരുന്നത്. ഇതിന് 10 റുപ്പീസ്. അത് 13 റുപ്പീസും വരുന്നുണ്ട്. സോ ഗൈസ് ഇത് നല്ല ഐറ്റം ആണ് കേട്ടോ. നമ്മൾ സീന്നാണല്ലോ കുട്ടിക്കല് പ്ലാസ്റ്റിക് ആണ്. കുഞ്ഞില നമ്മളൊന്ന് ഇത് ക്യൂട്ടായിട്ടുണ്ട്. ഇത് 2 എനിക്ക്, ഇതൊന്ന് അവൾക്ക്, ഇതൊന്ന് എനിക്ക്, ഇതൊന്ന് എനിക്ക്, ഇതൊന്ന് അവൾക്ക്. പിന്നെ ബാക്കി 2 ഉള്ളത് ഇത് ചെറുതാണ്, അത് അമ്മയ്ക്കുള്ളതാണ്. സോ ഞാൻ നേരെ നിങ്ങൾക്ക് ടൂണിന്റെ അറിഞ്ഞൂടെ എനിക്ക്, അതുകൊണ്ട് ഇട്ടെഴുതി പേടിക്കണ്ട. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ കാണിക്കാം. അവൾ നിനക്ക് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ഒരുത്തിപ്പിടിച്ച മുഖം കാണിക്കാണ്ടിരിക്കാൻ ഞാൻ അങ്ങോട്ട് മുഖത്തേക്ക് പിടിച്ചിട്ടുണ്ട്. ഓക്കെ. എന്താണ് ഞാൻ വീട് കണ്ട് തരാട്ടാ ഗൈസ്. ഇപ്പോൾ 1 മിനിറ്റ് ഗൈസ്. എന്നെ ചെയ്യാൻ തിരിച്ചും ചെയ്യട്ടോ. വേറെന്താ എന്താ ആക്കി നല്ല വേഗിനൊക്കെ ഉണ്ട് ഇങ്ങനെ ഇട്ട്. എന്ത് എനിക്ക് എത്രയല്ലേ ഉള്ളൂ. പെൻസിൽ പെൻ അതൊക്കെ നമ്മൾ അൺബോക്സിംഗ് വീഡിയോയിൽ കാട്ടിണ്ടായിരുന്നു അല്ലേ. എത്ര നേരം ഉണ്ട്? 23 മിനിറ്റ്സ്. 1 മണിക്കൂറുണ്ട്. നിർത്താറായോ എന്ന് ചോദിച്ചാൽ ബാക്കി നിർത്താറായി. 1 മണിക്കൂറത്തെ വീഡിയോ ആണ്. എപ്പോഴും ഒരു തോന്നിയിട്ടുള്ള എന്താ പറയുക, നമ്മൾ കുറച്ച് ഡ്യൂറേഷനുള്ള ഒരു വീഡിയോ, കുറച്ച് ഡ്യൂറേഷനിൽ വീഡിയോസ് ഇടാമെന്നാണ് ഞങ്ങൾ എടുക്കുമ്പോൾ തന്നെ. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ മതിയല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്നത്തെ അടുത്ത സമയം ഒരു പുതിയ വീഡിയോ ആയിരിക്കും.